പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ എല്ലാ മക്കളെയും കർത്താവിന്റെ കരുണയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ മക്കളുടെ സമഗ്രമായ രക്ഷയ്ക്ക് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇന്ന് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ഒരു മേഖല, ഇന്ന് 8-ാം ദിവസത്തില് ഈശോ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞൊരു മേഖല ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. അതായത് ശുദ്ധീകരണ സ്ഥലത്ത് ആയിരിക്കുന്ന തന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോ ആവശ്യപ്പെടുകയാണ്. എന്നെ മനസ്സിലേക്ക് വന്നൊരു കാര്യം, നമ്മുടെ ജീവിതങ്ങള്, നമ്മുടെ മക്കള്, നമ്മുടെ കുടുംബങ്ങള്, ഈ ലോകം മുഴുവനും അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഒരു വലിയ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. നമുക്കൊരു നിത്യ ജീവിതമുണ്ട്. ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 1 മുതൽ തിരുവചന ഭാഗം തിരിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ പറയുമായിരുന്നോ? ഈശോ പറയുന്നത്, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും. ഈശോ സ്വർഗത്തില് പിതാവിന്റെ ഭവനത്തില് നിത്യമായ വസതിയില് നമ്മൾ ജീവിക്കുന്ന ഒരു നിത്യജീവിതം നമുക്ക് കാണിച്ചു തരികയാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഈ ഭൂമിയിൽ ഉള്ള ജീവിതമല്ല, പിന്നെയോ സ്വർഗത്തിൽ ജീവിക്കേണ്ട ഒരു ജീവിതത്തിന്റെ അടിസ്ഥാനത്തില് ഇവിടെ ജീവിക്കും. ഇന്ന് ഒത്തിരി മക്കൾക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു സത്യമാണ് ഈ ഒരു യാഥാർത്ഥ്യം. അതായത് നിത്യത. നമ്മൾ വിശ്വാസ പ്രമാണത്തില് അവസാനത്തെ സെന്റൻസ് എന്ന് വായിക്കുന്ന ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. എത്ര പേര് ഈ ഒരു അടിസ്ഥാനത്തിൽ ജീവിക്കുന്നുണ്ട്? അതുകൊണ്ടാണ് പ്രഭാഷണ പുസ്തകം 7:36 പറയുന്നുണ്ട്, നീ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ജീവിത അന്ത്യത്തെ കുറിച്ച് ഓർക്കണം. അപ്പൊ നീ പാപം ചെയ്യില്ല. അന്ത്യം മരണം, വിധി, സ്വർഗം, നരകം. സ്വർഗത്തിന്റെ ജീവിതം, നരകത്തിന്റെ ജീവിതം. അതുകൊണ്ട് നമ്മൾ സ്വർഗത്തിൽ പോകണം. അതിനുവേണ്ടി ജീവിച്ചാൽ നമ്മുടെ മക്കള് ഒരു പാപത്തിലോ, ഒരു ചെടിക്കഥയിലോ, ഒരു മദ്യത്തിലോ, ഒരു ലഹരിയിലോ, ഒരു തെറ്റായ സ്നേഹബന്ധത്തിലോ, ഒരു മ്ലേച്ഛതയിലോ, ഒരു അടിമത്തത്തിലോ ചെന്ന് പെടില്ല. പെട്ടാലും എത്രയും പെട്ടെന്ന് കുമ്പസാരിച്ച് മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ കരുണ സ്വന്തമാക്കി സ്വർഗത്തിന്റെ നിത്യത്തിൽ ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. പണ്ടൊക്കെ നരകത്തെ കുറിച്ചും സ്വർഗത്തെ കുറിച്ചും ഒക്കെ ഒരു ചിന്തയും ഒരു പേടിയും ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അതൊന്നും അടിസ്ഥാനമേ ഇല്ല. ഈ ലോകത്തിന്റെ കാര്യം, ഈ ലോകത്തിന്റെ സമ്പത്ത്, ഈ ലോകത്തിന്റെ വിദ്യാഭ്യാസം, എങ്ങനെ പുറത്തു പോകണം, ജോലി ചെയ്യണം, കാശുണ്ടാക്കണം, ഇവിടെ സുഖിക്കണം, തിന്നണം, കുടിക്കണം, കമ്പനി അടിക്കണം, കറങ്ങാൻ പോകണം. ഈ ഒരു അടിസ്ഥാനത്തിലാണ് ഇന്ന് മിക്കവാറും മക്കൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് മാറിയിട്ട് യഥാർത്ഥമായ സത്യം അറിഞ്ഞ് സ്വർഗത്തിന്റെ പൗരത്വത്തില് ഈ ലോക ജീവിതം നൈമിഷികമാണ്. സങ്കീർത്തനം 90:10 മോശ പറയുന്നുണ്ടല്ലോ, ഞങ്ങളുടെ ആയുസ് 70 വർഷമാണ്, ഏറിയാൻ 80. കാലം അത്രയും കഷ്ടപ്പാടും ദുരിതമാണ്. ഇത് പെട്ടെന്ന് തീർന്ന് ഞങ്ങൾ കടന്നു പോകും. ആയുസിന്റെ ഹ്രസ്വത മനസ്സിലാക്കാൻ കൃപ തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് തീരും മക്കളെ. അതുകൊണ്ട് തന്നെ ഇന്ന് ഈശോ നമ്മോട് പ്രാർത്ഥിക്കാൻ പറയുന്നത് ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടിയാണ്, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി. ശുദ്ധീകരണം പ്രാപിക്കേണ്ട ആത്മാക്കൾ, നമുക്കറിയാം, ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ട് ശുദ്ധീകരണ സ്ഥലത്ത് സ്വർഗപ്രാപ്തിക്കായിട്ട് കാത്തിരിക്കുന്ന അനേകം ആത്മാക്കളുണ്ട്. ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഇന്ന് പ്രത്യേകം നമ്മൾ നിയോഗം വെച്ച് കൂടി പ്രാർത്ഥിക്കണം. കാരണം ഈ ഒരു അടിസ്ഥാനം നമ്മൾക്ക് മക്കൾക്ക് കിട്ടിയാൽ, ഈ ഒരു അടിസ്ഥാനം നമ്മുടെ മക്കൾ ബോധ്യപ്പെട്ടാൽ, നമ്മുടെ മക്കൾ ശാരീരിക വിശുദ്ധി, ശരീരം ഉയർത്തെഴുന്നിട്ട് സ്വർഗത്തിൽ പോകാനുള്ളതാ. അതിന് നമ്മൾ ഒരിക്കലും പാപത്തിൽ വിട്ടുകൊടുക്കില്ല. വിശുദ്ധി ജീവിക്കും. അപ്പൊ തന്നെ ഒത്തിരി പാപങ്ങൾ വിട്ടുപോകും, ഉപേക്ഷിക്കും, മനസാന്തരപ്പെടും നമ്മുടെ മക്കൾ സ്വർഗോന്മുഖരായി ജീവിക്കുമ്പോൾ. അതുകൊണ്ട് ഒരു വലിയ പ്രാർത്ഥനയാണ് നമ്മുടെ മക്കൾ സ്വർഗോന്മുഖരായി ജീവിക്കാൻ വേണ്ട അഭിഷേക കൃപ നമ്മുടെ മക്കൾക്ക് ലഭിക്കാൻ വേണ്ടി ഇന്ന് നമ്മള് മക്കൾക്ക് വേണ്ടി കരുണയ്ക്കായി പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം നമ്മുടെ ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ശുദ്ധീന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിന്റെ മഹാ കരുണ നമ്മുടെ മക്കളിലേക്കും കുടുംബത്തിലേക്കും ശുദ്ധീന ആത്മാക്കളിലേക്കും നിറഞ്ഞൊഴുകട്ടെ. ഇന്ന് നമ്മുടെ യുവമക്കള് ശുദ്ധീന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു കാര്യം പെട്ടെന്ന് അച്ഛന്റെ മനസ്സിലേക്ക് വന്നത്,
ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ അത് നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളെ, പഠനത്തെ, ജോലിയെ, ബിസിനസ്സിനെ, സാമ്പത്തിക മേഖലകളെ എല്ലാത്തിനെയും സ്വാധീനിക്കും. കാരണം അവരെ സഹായിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അത് മറന്നാൽ അത് നമ്മുടെ ജീവിതത്തെ എല്ലാ മേഖലകളെയും സ്വാധീനിക്കും. അതുകൊണ്ട് ശുദ്ധീകരണാത്മാക്കളെ സ്നേഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു യുവതലമുറ ഉണ്ടാകണം. അതൊക്കെ ചിന്തിക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല നമ്മുടെ മക്കളൊക്കെ. എന്താണെങ്കിലും ഈ തിരിച്ചറിവ് മക്കൾക്ക് ഉണ്ടാകട്ടെ, പറഞ്ഞു കൊടുക്കുക. നമ്മളെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ നമ്മുടെ കുടുംബം, മരിച്ചവരും ജീവിക്കുന്നവരും ഒരുമിച്ചുള്ള കുടുംബവൃക്ഷത്തിന്റെ ചൈതന്യത്തില് ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും എല്ലാവരും സ്വർഗത്തിൽ പോകണം. അതിനുവേണ്ടി അധ്വാനിക്കാനും കഷ്ടപ്പെടാനും പ്രാർത്ഥിക്കാനും ഉദാശകൾ സ്വീകരിക്കാനും കർത്താവിന്റെ മഹാകാരുടെ സ്വന്തമാക്കാനും ഇടയാകട്ടെ. എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യാനുസന്നതിയിൽ 8-ാം ദിവസത്തിന്റെ നൊവേനയില് എല്ലാ ശുദ്ധീകരണാത്മാക്കളെ സമർപ്പിച്ചുകൊണ്ട് കരുണയ്ക്കായി പ്രാർത്ഥിക്കാം. ഈ ഒരു അടിസ്ഥാനത്തിൽ ജീവിക്കാൻ നമുക്ക് നമ്മുടെ മക്കൾക്കും ഇടയാകട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യീശോയെ, അങ്ങയുടെ കരുണ ഞങ്ങളെ ഓരോരുത്തരെയും സ്വർഗത്തിലെത്തിക്കുവാൻ വേണ്ടിയാണെന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾ അറിയട്ടെ. കർത്താവേ, നിത്യതയുടെ ചിന്തയുള്ള, നിത്യതയുടെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന മക്കളാക്കി ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും മാറ്റണമേ. ഞങ്ങൾ ഈ ലോകത്തിന്റെ മക്കളല്ല, ഈ ലോകത്തിന് വേണ്ടി ജീവിക്കേണ്ടവരില്ല. ഈ ലോകത്തിന്റെ സുഖഭോഗങ്ങളിൽ കുടുങ്ങി അവസാനം പാപത്തിൽ ചെന്നപ്പെട്ട് നരകാഗ്നിക്ക് ഇരയായിട്ട് നിത്യമായിട്ട് നശിക്കേണ്ടവരല്ല എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ് ഒരു നരക ഭയം ഞങ്ങൾക്കുണ്ടാകട്ടെ. അതിനേക്കാൾ ഏറെ സ്വർഗത്തെക്കുറിച്ചുള്ള ആ വലിയ സന്തോഷം, സ്വർഗ സൗഭാഗ്യത്തിന്റെ വലിയ പ്രത്യാശ ഞങ്ങളെ സ്വർഗോന്മുഖരാക്കി മാറ്റട്ടെ. അതിനുവേണ്ടി ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിച്ച്, കർത്താവേ, ഈ 8-ാം ദിവസത്തിന്റെ നൊവേനയിലേക്ക് അങ്ങയുടെ തിരുമനസ്സ് പ്രകാരം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. 8-ാം ദിവസം ശുദ്ധീകരണ സ്ഥലത്ത് അടയ്ക്കപ്പെട്ടിരിക്കുന്ന ആത്മാക്കളെ ഇന്ന് എന്റെ അടുക്കൽ കൊണ്ടുവരിക. എന്റെ കരുണാസാഗരത്തിൽ അവരെ മുക്കിയെടുക്കുക. അവരുടെ നീറുന്ന ജ്വാലകളെ എന്റെ രക്തം കൊണ്ടുള്ള അരുവി തണുപ്പിക്കട്ടെ. ഞാൻ വളരെ സ്നേഹിക്കുന്നവരാണ് ഈ ആത്മാക്കൾ. എന്റെ നീതിക്ക് പരിഹാരം അനുഷ്ഠിക്കുന്നവരാണവർ. അവർക്ക് ആശ്വാസം നൽകുവാനുള്ള ശക്തി നിങ്ങളിലാണുള്ളത്. എന്റെ സഭയുടെ നിക്ഷേപാലയത്തിലുള്ള എല്ലാ ദണ്ഡവിമോചനങ്ങളും സമാഹരിച്ച് അവർക്ക് വേണ്ടി സമർപ്പിക്കുക. അവർ സഹിക്കുന്ന വേദനകൾ അറിഞ്ഞിരുന്നെങ്കിൽ നീ നിന്റെ ആത്മാവിന്റെ ദാനങ്ങൾ അവർക്കായി സമർപ്പിച്ച് എന്റെ നീതിയിൽ അവരുടെ കടം വീട്ടപ്പെടുമായിരുന്നു. എല്ലാ ശുദ്ധീകരണാത്മാക്കളുടെ വേദനയും സഹനച്ചൂളയില് അവരനുഭവിക്കുന്ന സഹനവും എല്ലാം മനസ്സിലാക്കി അനുഭവിച്ച് നമുക്കാണ് അവരെ സഹായിക്കാൻ പറ്റുന്നത് എന്നുള്ള തിരിച്ചറിവോടുകൂടി അവർക്കായി കരുണയ്ക്കായി പ്രാർത്ഥിക്കണമെന്ന് ഈശോ നമ്മോട് പറയുമ്പോൾ, നമ്മുടെ കുടുംബത്തിൽ മരിച്ചുപോയ എല്ലാ പ്രിയപ്പെട്ടവരെയും, ഇന്ന് ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന ലോകമെമ്പാടും നിന്നും മരിച്ചുപോയ എല്ലാ ആത്മാക്കളെയും കർത്താവിന്റെ വലിയ കരുണയ്ക്കായിട്ട് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഏറ്റവും കരുണയുള്ള ഈശോയെ, കരുണയാണ് അങ്ങ് ആഗ്രഹിക്കുന്നതെന്ന് അങ്ങ് തന്നെ അരുളിച്ചിട്ടുണ്ടല്ലോ. ശുദ്ധീകരണ സ്ഥലത്തുള്ള എല്ലാ ആത്മാക്കളെയും അങ്ങയുടെ സഹതാപാർദ്രമായ ഹൃദയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങേക്ക് വളരെ പ്രിയപ്പെട്ടവരെങ്കിലും അങ്ങയുടെ നീതി പൂർത്തിയാക്കേണ്ടവരാണവർ. അങ്ങയുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ട രക്തവും ജലവും അഗ്നിജ്വാലകളെ ശമിപ്പിക്കട്ടെ. അങ്ങനെ അങ്ങയുടെ കരുണയുടെ ശക്തി അവിടെയും അവർ പുകഴ്ത്തട്ടെ. നിത്യനായ പിതാവേ, ഈശോയുടെ ദയ നിറഞ്ഞ ഹൃദയത്തിൽ സ്ഥാനമുള്ള ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ മേൽ അങ്ങയുടെ കരുണാ കടാക്ഷം ഉണ്ടാകണമേ. ഈശോ സഹിച്ച കയ്പ് നിറഞ്ഞ ക്ലേശങ്ങളെ പ്രതിയും അവിടുത്തെ ആത്മാവിൽ നിറഞ്ഞ എല്ലാ സഹനങ്ങളെ പ്രതിയും ഞാൻ അങ്ങയോട് യാചിക്കുന്നു. നീതിവിധിക്ക് വിധേയരായിരിക്കുന്ന ആത്മാക്കളുടെ മേൽ അങ്ങയുടെ കാരുണ്യം വർഷിക്കണമേ. അങ്ങയുടെ പ്രിയപുത്രനായ ഈശോയുടെ തിരുമുറിവുകളിലൂടെ മാത്രം
അങ്ങ് അവരെ നോക്കണമേ. അങ്ങയുടെ ദയയ്ക്കും നന്മയ്ക്കും അതിരുകളില്ലെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവിന്റെ വലിയ കരുണ ശുദ്ധീകരാത്മാക്കളുടെ മേല് വർഷിക്കപ്പെടാൻ വേണ്ടി വലിയ ദാഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ അങ്ങ് തിരുസന്നിധിയിലേക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, കത്തോലിക്ക തിരുസഭയിൽ നിന്ന്, ലോകമെമ്പാടും നിന്ന് മരിച്ചുപോയ എല്ലാ ആത്മാക്കളെയും, ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ചും ആരോരും പ്രാർത്ഥിക്കാനില്ലാത്ത കുടുംബത്തിൽ വിസ്മരിക്കപ്പെട്ട് കിടക്കുന്ന എല്ലാ ശുദ്ധീകരാത്മാക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ വലിയ കരുണ ശുദ്ധീകരാത്മാക്കളുടെ മേല് ചൊരിയപ്പെടട്ടെ. പ്രത്യേകം ആ വിധത്തില് ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നാമും നമ്മുടെ മക്കളും സ്വർഗോന്മുഖരായി ജീവിക്കാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ കരുണയ്ക്കായി നമുക്ക് ഈ ലുത്തിനിയായിലൂടെ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായേ, ദയാപൂർവം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗീയ പിതാവായ ദൈവമേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പുത്രനായ ദൈവമേ, ലോകവിമോചക, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സൃഷ്ടാവിന്റെ ഏറ്റവും വലിയ വിശേഷണമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധാത്മാവിന്റെ അളവില്ലാത്ത സ്നേഹമായ ദൈവകാരുണ്യമേ, എല്ലാവരും ചേർന്ന് ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ ത്രിത്വത്തിന്റെ അളവില്ലാത്ത രഹസ്യമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. അത്യുന്നതന്റെ സർവശക്തിയുടെ പ്രകടമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. അമാനുഷ്യ സൃഷ്ടികളിൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഇല്ലായ്മയിൽ നിന്നും ഞങ്ങളെ വിളിച്ച ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പ്രപഞ്ചത്തെ മുഴുവൻ ചൂഴ്ന്നു നിൽക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഞങ്ങളിൽ അമർത്യത വിതയ്ക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. അർഹിക്കുന്ന ശിക്ഷയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പാപത്തിന്റെ ദുരിതത്തിൽ നിന്നും ഞങ്ങളെ ഉയർത്തുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. സൃഷ്ടലോകത്തിൽ ഞങ്ങളുടെ നീതീകരണമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുമുറിവുകളിൽ നിന്നും ഒഴുകുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. കരുണയുടെ മാതാവായ അമല മനോഹരിയായ പരിശുദ്ധ മറിയത്തെ നൽകിയ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ദൈവരഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലിൽ പ്രകാശിതമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. സാർവത്രിക സഭയുടെ സ്ഥാപനത്തിൽ പ്രകടമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ കൂദാശകളിൽ പ്രകടിതമായിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. മാമോദിസായിലും പാപസങ്കീർത്തനത്തിലും പ്രകടമായിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പൗരോഹിത്യത്തിലും ദിവ്യബലിയിലും പ്രദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ഞങ്ങളെ ക്ഷണിച്ച ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പാപികളുടെ മാനസാന്തരത്തിൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. നീതിമാന്മാരുടെ വിശുദ്ധീകരണത്തിൽ പ്രകടമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. വിശുദ്ധരെ പൂർണ്ണതയിലെത്തിക്കുവാൻ സഹായിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. രോഗികളുടെയും സഹിക്കുന്നവരുടെയും ആരോഗ്യമാത്രമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. വർദ്ധിത ഹൃദയരുടെ ആശ്വാസമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. നിരാശയിൽ വേദനിക്കുന്നവരുടെ പ്രതീക്ഷയായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. എല്ലാ മനുഷ്യരെയും എല്ലായ്പ്പോഴും എവിടെയും അനുഗമിക്കുന്ന ദൈവകാരുണ്യമേ,
ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പ്രസാദവരങ്ങളാൽ മുന്നാസ്വാദനം നൽകുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. മരിക്കുന്നവരുടെ ആശ്വാസമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. അനുഗ്രഹീതരുടെ ആനന്ദമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. എല്ലാ വിശുദ്ധരുടെയും കിരീടമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. അത്ഭുതങ്ങളുടെ പറ്റാത്ത ഉറവയായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. കുരിശിൽ ലോകത്തെ രക്ഷിച്ച് ഞങ്ങളുടെ മേലുള്ള ഏറ്റവും വലിയ കരുണ പ്രകടിപ്പിച്ച ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എല്ലാ ദിവ്യ ബലികളിലും ഞങ്ങൾക്ക് വേണ്ടി സ്വയം സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അളവില്ലാത്ത അങ്ങയുടെ കരുണയിൽ ലോകപാപങ്ങളെല്ലാം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ദയാപൂർവം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവിന്റെ എല്ലാ സൃഷ്ടികളിലും അവിടുത്തെ മൃദുവായ കരുണ പരന്നിരിക്കുന്നു. കർത്താവിന്റെ കരുണ ഞാനെന്നും പാടി പുകഴ്ത്തും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ കരുണ അനന്തവും അങ്ങയുടെ ദയ വറ്റാത്തതുമാണല്ലോ. ദയാപൂർവം എല്ലാ ശുദ്ധീകരാത്മാക്കളെയും അങ്ങ് നോക്കണമേ. ഞങ്ങളുടെ മേലും ആത്മാക്കളുടെ മേലും അങ്ങയുടെ കരുണ വർദ്ധിപ്പിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ വലിയ പരീക്ഷകളിൽ മനം മടുക്കാതെ അങ്ങയുടെ തിരുമനസ് തന്നെയായ കാരുണ്യത്തിന് ഞങ്ങളും ഞങ്ങളുടെ മക്കളും വിധേയരാകട്ടെ. കാരുണ്യത്തിന് രാജാവും അങ്ങയോടും പരിശുദ്ധാത്മാവിനോടും കൂടെ വസിക്കുന്നവനുമായ ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹ ഞങ്ങൾക്ക് കാരുണ്യം പകർന്നു തരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാ ശുദ്ധീകരണാത്മാക്കളെയും കർത്താവിന്റെ മഹാകരുണയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ തിരുരക്തത്താലും തിരുജലത്താലും ശുദ്ധീകരണാത്മാക്കളെ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഒപ്പം നമ്മളും നമ്മുടെ മക്കളും സ്വർഗോന്മുഖരായി ജീവിക്കാൻ വേണ്ട വലിയ സ്വർഗത്തിന്റെ സഹായം, സംരക്ഷണം തിരുരക്തത്തിന്റെയും തിരുജലത്തിന്റെയും സംരക്ഷണത്താല് നമുക്ക് നമ്മുടെ മക്കൾക്കും പ്രത്യേകം ലഭിക്കാൻ വേണ്ടി കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ പരിശുദ്ധ രക്തവും അങ്ങയുടെ തിരുജലവും ഇപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന എല്ലാ ആത്മാക്കളുടെ മേലും ചൊരിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തെ ചേരുവാൻ ഇടയാകട്ടെ. പിതാവേ, ഈശോ മിശിഹ കർത്താവിന്റെ വിലതീരാത്ത തിരിച്ചോരയെ കുറിച്ച് മരിച്ച വിശ്വാസികളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രത്യേക നിയോഗം വെച്ചുകൊണ്ട് മക്കളുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും കർത്താവിന്റെ കരുണയ്ക്കായി ഈ നൊവേനയുടെ 8-ാം ദിനത്തില് ശുദ്ധീകരണാത്മാക്കളോട് ചേർത്ത് സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ വലിയ കരുണയുടെ ആശീർവാദത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുങ്ങാം. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ, നിർമ്മലരായി
ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയെ ഇടക്കരുണയാൽ പൊതിഞ്ഞ് എല്ലാ ശുദ്ധീനാത്മാക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ മക്കളെയും അനുഗ്രഹിക്കണമേ. സ്വർഗോന്മുഖരായി മാറ്റണമേ. സ്വർഗീയ സമാധാന സന്തോഷം നൽകണമേ. പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ. ഈശോയേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കൾ സ്വർഗോന്മുഖരായിട്ട് സ്വർഗത്തിനു വേണ്ടി ഈ ഭൂമിയിൽ ജീവിക്കട്ടെ. ആമേൻ.